ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് അപ്പം എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. പിന്നെ പുറത്ത് നല്ല മഴ കേട്ടോ. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ ഉണ്ടെങ്കിൽ അമർത്തുക. അങ്ങനെ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്നാൽ വീഡിയോയ്ക്ക് പോകാം. ആളും കൂടി കട്ടയ്ക്ക് കിടക്കുന്നുണ്ട്, സുധിയേട്ടൻ, കണ്ണ്, ശ്രീക്കു. ഞാനെപ്പോഴും തെമ്പത്താട്ട കിടക്കുക. പിന്നെ ഞങ്ങളെ വിരി കണ്ടോ, വിരിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. പുതപ്പതാ വേറെ പുതപ്പ് ഇൻ്റെ അടുത്തുണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഞങ്ങളവിടെ വിരി കാണില്ല, എല്ലാവരും കാലുകൊണ്ട് കുത്തി മറിച്ച് അങ്ങനെ അരുവിലേക്ക് ആക്കിയിടുകയാണ്. പിന്നെ കണ്ണുമോന് ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. ഞാൻ നല്ല മരുന്നൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കിടത്തി ഉറക്കുകയാണ്. ഇന്നും കൂടി നോക്കട്ടെ, അല്ലെങ്കിൽ വൈകുന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ക്ലിനിക്കിൽ ഓനെ കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. അപ്പം ഇനി ഞാൻ ബാക്കിയുള്ള എൻ്റെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ തിരുമ്പി കുളിക്കാണ്ട്, എന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാൻ. എന്നാൽ നമുക്ക് കാണാം. കുളി കഴിഞ്ഞു, പിന്നെ ശ്രീകുട്ടിൻ്റെ കുളി കഴിഞ്ഞു. സമയം 9 മണിയാവാനായിട്ട്. ഇനി അവളെ മാറ്റിക്കണ തിരക്കാണ്. അപ്പം ഞാൻ എന്തായാലും അവളെ മാറ്റിച്ചിട്ട് ചായയൊക്കെ കൊടുത്തിട്ട് സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് കാണാം. തിരക്ക് പിടിച്ച് എഴുത്തില്ല കേട്ടോ. എന്നുവെച്ചാൽ ഇംഗ്ലീഷുള്ള ദിവസം സ്മോൾ ലെറ്റേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നലെ എഴുതിയിട്ടില്ല. അപ്പം അതിൻ്റെ ഇത് തിരക്ക് പിടിച്ച് എഴുതുകയാണ്. പിന്നെ ഞാൻ അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി നടക്കുക കേട്ടോ. നീക്കാൻ പറഞ്ഞാൽ നീക്കില്ല നേരത്ത്, അതാണ് ഒന്നാമത്. ഓള് 9:30 ബസ് വരാൻ 8:30 നീച്ചും. വേഗം കുളിച്ച് പല്ലേച്ച് കുളിച്ച് ചായ കുടിച്ചിട്ട് വേഗം മാറ്റും. ഇത് പിന്നെ ഇന്നലെ എഴുതാൻ മറന്നുപോയി അല്ല ശ്രീകണ്ണിയെ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ണന് പനിയാണെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ കുറച്ച് നെല്ലുത്തരി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ കുറേ കുടിച്ച് ബാക്കി വേണ്ട പറഞ്ഞിട്ടൊക്കെയാണ്. പിന്നെ നമുക്കവിടെ പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞുവാവ വിളിച്ചില്ലേ കഴിഞ്ഞ്. അപ്പോൾ കണ്ണ വീട്ടിലേക്കൊക്കെ വിളിച്ച് വയ്ക്കതാ കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ചേച്ചി ഇതിന് ക്യാബേജ് ഉപ്പേരിക്ക് അരിയാണ്. പിന്നെ ചോറ് അടുപ്പത്തുണ്ട്. പിന്നെ ഇനി പച്ചക്കറിക്ക് ഉണ്ടാക്കണം. പിന്നെ ഇനി മീൻ, അങ്ങനെ അലർജിയുടെ പരിപാടി ഉണ്ട്. നല്ല മഴയാട്ടോ. പിന്നെ സുജാട്ടിന് ഇവിടെ ചെറിയ വർക്കുണ്ട്. അപ്പം ആ മഴയത്ത് കൂടി ആട്ടോ സുജാട്ടെ പണിയെടുത്തപ്പോൾ മഴ പെയ്ത്. അപ്പം ഇങ്ങോട്ട് മാറിയിട്ട് കണ്ടോ, നല്ല മഴയാണ്. പിന്നെ പണിക്കാർക്കുള്ള കഞ്ഞിക്ക് ക്യാബേജ് ഉപ്പേരും പിന്നെ ഇത് അച്ചാറാണ്. കഞ്ഞി ഇത് കൊണ്ടുവച്ചിട്ട് വേണം കഞ്ഞിയായിട്ട് പോവാൻ. അപ്പം ഞാൻ എന്തായാലും പണിക്കാർക്കുള്ള കഞ്ഞൊക്കെ എടുത്ത് കൊണ്ടുവയ്ക്കാം. പിന്നെ നമ്മുടെ കണ്ണമ്മോൻ ഇതവിടെ. കണ്ണന് ഞാൻ പറഞ്ഞില്ലായിരുന്നു പനിയായിട്ട് അംഗൻവാടി പോകണമെന്ന് വാശിടിക്കായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞയച്ചില്ല. അപ്പോൾ പനിക്കണമൊന്നുമില്ല, എന്നാലും 2 ദിവസം കൂടി കഴിഞ്ഞോട്ടെ വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നത് എന്ന് കാണിച്ചെടുക്കി. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? നമ്മളെ ഫ്രണ്ടിലത്തെ ഡോറിനുള്ള പിടിയാട്ടം ഉണ്ടാക്കണത്. അത് പുറത്ത് എത്ര വരും എന്ന് പറഞ്ഞാൽ 500 500 രൂപ. അപ്പോൾ സുധിയേട്ടൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് ഇവിടെ നമ്മളെ സ്റ്റീലിൻ്റെ ഈ പൈപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളെ റൂമിൻ്റെ റൂമിൽ ഒരു അയൽ ഇതാക്കിയിരുന്നു സ്റ്റീലിൻ്റെ. അപ്പം ഞാൻ അപ്പം അടുത്ത് ശ്രീകുട്ടി തൂങ്ങി അത് പൊട്ടിച്ച്. അപ്പം ഞാനത് പിന്നെ വേറെ ആക്കി വെച്ചിരുന്നു. അപ്പം അതിനെ കൊണ്ട് സുധിയേട്ടൻ നമ്മളെ ഫ്രണ്ടിലേക്കുള്ള ഡോറിനുള്ള പിടുത്തം ഉണ്ടാക്കുക കേട്ടോ. 2 പിടുത്തമായിട്ട് അത് ഒന്നത് അപ്പുറത്ത് ഉണ്ടാക്കി വെച്ച് രണ്ടാമത്തെ ഉണ്ടാക്കുകയാണ്. ചീകിട്ടില്ല, കണ്ടടിക്കാം. മുടിയൊന്നും ചീകിട്ടില്ല എന്ന് വെച്ചാൽ ഇനി മുടി ചീകാൻ നിന്നാൽ നേരം ഉണ്ടാവില്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു വെറുതെ ഇങ്ങനെ ഇങ്ങനെ കിട്ടിയിരുന്നുള്ളൂ. ഇനി അപ്പം കറിക്ക് കറിക്ക് വെള്ളരിക്ക കിട്ടിയത്. പിന്നെ ഞാൻ ക്യാബേജ് ഉപ്പേരി ഉണ്ട്, പപ്പടം ഉണ്ടാക്കി, അച്ചാറുണ്ട്. ഇനി മീൻകാരൻ വരണം, അതാണ് മീൻ പൊരിക്കാൻ വാങ്ങാൻ. അപ്പോൾ ഞാൻ നമ്മൾ കറിക്കുള്ള തേങ്ങ അരക്കട്ടോ ജാറിൽ. അതൊക്കെ പണി. പിന്നെ കണ്ണനാട്ടോ ഒരു തൊപ്പി തലയിട്ട് പോകണം. അങ്ങനെ ഓരോ കുത്തക്കെട്ട് കാട്ടും ഇപ്പോൾ കിട്ടുന്നുണ്ട്. നല്ലൊരു മഴ തുറന്നിട്ടുള്ളൂ. എന്താടാ? അപ്പം ഞാനങ്ങനെ ഈ തേങ്ങയ്ക്കുള്ള അരക്കട്ടെ. എന്നിട്ട് ഇനി ബാക്കി നോക്കാം. പണിയാളെന്ന് തന്നെ ഒരുവിധം കഴിഞ്ഞ്. ഇനി ഏച്ചി കോളിഫ്ലവർ കൊണ്ടുവന്നു. ഏച്ചി വളാഞ്ചേരി ഒരു ആവശ്യത്തിന് പോയി. അപ്പോൾ കോളിഫ്ലവർ കൊണ്ടുവന്ന് അതിനെ കൊണ്ടും ഒരു മസാലക്കറി ഉണ്ടാക്കണം, അതന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ട് പോകുന്നു. ഇനി എനിക്കുള്ള പണിയെന്ന് പറഞ്ഞാൽ റൂമൊന്ന് ക്ലീൻ ചെയ്യണം. 2 ദിവസത്തെ ഞാൻ തിരുമ്പിയത് മടക്കി വെച്ചില്ല. അപ്പോൾ അതൊക്കെ മടക്കി വെച്ച് ഒരുവിധം കഴിഞ്ഞു. ഇനി പിന്നെ ഇതാ കുറേ ഇവിടെ തൂക്കിയിടാമെന്ന് ഞാൻ കാണിക്കണില്ല കേട്ടോ. കുറേ ഞാൻ നമ്മളെ ഇതില്ലേ
ഷർട്ടൊക്കെ തൂക്കിയിരുന്നത് അതൊന്നേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് ഈ റൂമൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ ഒന്നും കൂടി ഫിറ്റ് ചെയ്ത് അത് വെച്ചോണ്ട് ഇപ്പം മൊത്തം എന്താ ഡ്രസ്സും ഓരോരുടെ കവറൊക്കെ അലങ്കോലമായിട്ട് അതിൻ്റെ മുകളിൽ കിടക്കുക. അപ്പോൾ റൂമൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് ഇങ്ങനെയുള്ള പണി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്ന കേട്ടോ. എന്തിനാ വിളിച്ചതെന്നറിയില്ലേ? എന്തിനാ വിളിച്ചതെന്ന് നോക്കാൻ ഞാൻ കാണിച്ചു തരാം. സുധിയേട്ടൻ നേരത്തെ ഉണ്ടാക്കിയ ആ സാധനം കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഡോറിനുള്ള പിടുത്തം. ഇതായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. സ്റ്റീലിൻ്റെ പൈപ്പ് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നെടുത്ത് കാണിച്ചോട്ടെ. അപ്പോൾ നല്ല പോളിഷിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആ ബാക്കിയുള്ള സാധനങ്ങൾ നോക്കുന്നുള്ളൂ. ഇവിടെ ഫുള്ളും പണി സാധനങ്ങളെ കൊണ്ട് കണ്ടില്ലേ കാലം കോലാക്കി ഇതാ സുധേട്ടൻ. ഇതാണ് അല്ലേ? അങ്ങനെ അത് ഇതായി 500 രൂപ കൊടുത്ത് വാങ്ങണതിന് പകരം ഉണ്ടാക്കി. ഞാൻ അത് ഫിറ്റ് ചെയ്യിക്കാൻ വേണ്ടി പോകും കേട്ടോ സുധേട്ടൻ. എൻ്റെ പണികൾ തുടങ്ങട്ടെ. എന്നിട്ട് ക്ലീൻ ആക്കിയിട്ട് റൂം കാണിച്ചു തരാം. എല്ലാം ഞാൻ കാണിക്കില്ല. അപ്പോൾ ക്ലീൻ ആക്കിയിട്ട് റൂമൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിൽ കൂടെ വയറും ഉണ്ട് കേട്ടോ. സുധേട്ടൻ വെൽഡ് ചെയ്തതിൻ്റെ വയറാണ്. അപ്പോൾ ഞാൻ ക്ലീൻ ആക്കിയിട്ട് റൂം കാണിച്ചു തരാം. ഇതാ അവിടെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഷോക്കേസ് സെറ്റായിട്ട് അത് സെറ്റാക്കണം. ഞാൻ ആദ്യം ആ തിരുമ്പിത് മടക്കി വെച്ചു. പിന്നെ അവിടെയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ച് വേറെ ബെഡ്ഷീറ്റൊക്കെ ഇട്ടു. ഇതിപ്പോൾ താൽക്കാലികമാണ് വിരിച്ചത്. ഞാനെന്ന് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞ് ഞാൻ തിരുമ്പിയിട്ട് വേറെ ഇതാക്കും. ഒരു ബെഡ്ഷീറ്റ് 3 ബെഡ്ഷീറ്റ് ഇവിടെ ഉണ്ട്. അതൊക്കെ പുതയ്ക്കാനും ഇതാക്കാനും. പിന്നെ ഇത് പുതയ്ക്കണതാട്ടോ. ഇത് ഞാൻ എപ്പോഴെങ്കിലും എടുക്കുകയുള്ളൂ. എന്നുവെച്ചാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് തിരുമ്പാൻ കഴിയില്ല. നല്ല വെയിറ്റുണ്ട്. വെള്ളം തട്ടി നല്ല വെയിറ്റുള്ളൊരു സാധനം കേട്ടത്. ഞാൻ പിന്നെ മറിച്ചിട്ടും കൂടി ഇട്ടത്. പിന്നെ ഭാഗതാ നല്ല ഇതാണ്. പിന്നെ തലാണിക്ക് കവറൊന്നും ഇട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ താൽക്കാലികമായി വിരിച്ചിട്ടുള്ളൂ. ഇനി മറ്റേത് ഞാൻ എന്താ തിരുമ്പിട്ട് വേണം വേറെ ഉള്ളത് വിരിക്കാൻ. 3-4 ബെഡ്ഷീറ്റ് ഉണ്ട്. 3-4 6 ബെഡ്ഷീറ്റ് ഉണ്ട്. 2 ഞാൻ എടുത്ത് വെച്ചതാണ്. അതിപ്പോഴേ ഇറക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. പിന്നെ 3 തിരുമ്പാണ്ട്. പിന്നെ 1 ഇപ്പം അടുത്ത് കീറി. അപ്പോൾ ഞാൻ പിന്നെ ഇത് ഏതായാലും വിരിക്കാച്ച്. മറ്റേത് ഉണക്കിയിട്ട് അതന്നെ ഇതാക്കിയാൽ മതിയല്ലോ, വേറെ പുതിയത് എടുക്കണ്ടല്ലോ വെച്ചിട്ടേ. പിന്നെ അതാ ശ്രീകുട്ടിൻ്റെയും കണ്ണൻ്റെയും കൊട്ടായത്തെ. പിന്നെ ഇവിടെ ഒരു സെറ്റ് സാരിയും സുധേട്ടൻ്റെ പാൻറ്റൊക്കെയാണ്. പിന്നെ ഇവിടെ ആകെ അലങ്കോലമായി കിടക്കും. എന്നാലും എനിക്കൊരു വൃത്തി തോന്നണില്ല കണ്ടോ, ഒന്നാകെ ഇങ്ങനെ ഇതായിട്ടേ. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി പിന്നെ ഇതൊക്കെ ഇവിടെ കൊണ്ടൊക്കെയുള്ള ഒരു ഇതിൽ. പിന്നെ ഞങ്ങളെ മുകളിൽ ഇത് അവിടെ നേരാക്കിയപ്പോൾ ആ ഓൾസൊക്കെ ഊരി. അപ്പോൾ ഓൾസ് കൂടെ ഇങ്ങനെ എലി വന്നാലോ പേടിച്ചിട്ടാണ് ഞാൻ പിന്നെ മുകളിലേക്ക് വെക്കാത്തത്. എലി വരലില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം കണ്ടിട്ട് വന്നിട്ടില്ല. ഇനി വരുമെന്നറിയില്ല. അപ്പോൾ ആ എലിയൊക്കെ ഓരോന്ന് കേടത്തില്ല വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇത് തന്നെ ഹാങ് ചെയ്ത് വെച്ചത്. അങ്ങനെ അതൊക്കെ ഇതാക്കി. ഇനി അടിച്ചു വരാണ്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തിരുമ്പാനുള്ളതൊക്കെ ഇതാക്കിയിടാൻ. വെയിലുണ്ട്. ഇപ്പോൾ മഴ പോയിട്ട് വെയിലുണ്ട്. അപ്പോൾ എന്തായാലും ആ വിരിയും. പിന്നെ വേറെ സാധനങ്ങളൊക്കെ തിരുമ്പാൻ വെച്ചിട്ട് എന്നാലും ചിലപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തിരുമ്പിക്കും. ഒരു ഇത് തോന്നുന്നുണ്ട് ഫുള്ളായിട്ട് തിരുമ്പും. പിന്നെ തോർത്ത് അതേപോലെ നമ്മൾ തിളപ്പിച്ച് തിരുമ്പാണ്ട്. തോർത്ത് ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെ തിളപ്പിച്ച് തിരുമ്പും. ചിലപ്പോൾ അല്ലെങ്കിൽ ഞാൻ എല്ലാവരും ഇതാക്കും. തിളപ്പിച്ച് തിരുമ്പോൾ ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ. അങ്ങനെയൊക്കെ കുറച്ച് പണികളുണ്ടെങ്കിൽ ഇനി ഞാൻ ബാക്കി പണികളും കൂടി നോക്കാം. ചോറിൽ കയ്യിൽ വയ്ക്കാൻ പറഞ്ഞു. പിന്നെ പ്ലേറ്റ്, ഗ്ലാസ്, പിന്നെ കോര പൊരിച്ചത്, കാബേജ് ഉപ്പേരി, പിന്നെ നമ്മളെ കോളിഫ്ലവറിൻ്റെ ഒരു മസാല, പിന്നെ ഇത് വെള്ളരിക്കറി കേട്ടോ, പിന്നെ വെള്ളം. ഇതൊക്കെ പണിക്കാർക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവച്ചാണ്. അല്ല ഞങ്ങൾക്കും കഴിക്കാൻ തന്നെ. ആദ്യം പണിക്കാർ കഴിച്ചു പോയിട്ട് ഞങ്ങൾ കഴിക്കാം. പിന്നത് പപ്പടം ഉണ്ടായി കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനതും കൂടി കൊണ്ടുവയ്ക്കാം കേട്ടോ. ചോറിന് കേട്ടോ. ചോറ് പകുതിയല്ല തിന്നാൻ തുടങ്ങി. അപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്നത്. അപ്പോൾ ഞാനും ചോറ് തിന്നാണ് കാണിച്ചു തരത്തില്ല. നമ്മളെ കോളിഫ്ലവറിൻ്റെ മീൻ പൊരിച്ചതും പപ്പടം. ഉപ്പേരി എടുത്തിട്ടില്ല. ഉപ്പേരി കളറുണ്ട്. വേണ്ടാഞ്ഞിട്ട് ഇനി സുധിയേട്ടൻ അടുത്ത പണിക്കുള്ളതെന്ന് വെച്ചാൽ കട്ടിലുണ്ടാക്കുക റൂമിലേക്ക്. അപ്പം അതിൻ്റെ ബാക്കി പരിപാടിയും കൂടി ഉണ്ട്. ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ചാർജ് കുത്തി വെച്ചോണ്ടാട്ടിക്ക് ഓർമ്മയില്ലാത്ത ഞാൻ ഫോൺ ചാർജിലാണ് സാധ്യത അങ്ങനെ ഉണ്ട് കേട്ടോ. ചാർജിലിരുന്നു കേട്ടോ. അങ്ങനെ സുധേട്ട ഇവിടെ കട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പ്ലൈവുഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പി കഷ്ണമൊക്കെ പോയി, കമ്പി കഷ്ണമല്ല കേട്ടോ, ഇത് കമ്പികൾ പോയി എടുത്തോണ്ടെന്നാണ്, അത് വാങ്ങിക്കൊണ്ടെന്നാണ്. കട്ടിലവിടെ ഉണ്ട്, ഞാൻ കാണിച്ചത്. ഞങ്ങൾ ചോറിനാണ് സുധേട്ടൻ ചോദിച്ചാൽ
ഇതെന്താ മീനിൻ്റെ തലൊക്കെ കിട്ടുന്നു കേട്ടോ. ഞാനാകുമ്പോൾ ഈ മീനിൻ്റെ തല കൊണ്ട് കടിച്ചു പോയി. പിന്നെ അമ്മയും കണ്ണനൊക്കെ കടന്നുറങ്ങാണ്. അമ്മയ്ക്കുണ്ട് ഇങ്ങനെ നീരിറക്കം ഒക്കെ ആയിട്ട് ഉണ്ട്. സുധാർത്ഥനുണ്ട്. സുധാർത്ഥന ജന്മനാ കാണിക്കാൻ പോകില്ല. ഇനി എത്ര ആഴ്ചയറിയാം കാണിക്കാൻ പറയണം, കാണിക്കാൻ പോകാതൊക്കെ. കുറേ ദിവസമായി തലവേദനയായിട്ട് കേട്ടില്ല. കുറേ ദിവസമായി തലവേദനയായിട്ട് ഇത് നടക്കുന്നുണ്ടോ. പനിൻ്റെ ഉള്ളിലൊരിക്കും അങ്ങനെ നടക്കും. ചുമയാണ്, കാണിക്കാൻ പോകാതെ അങ്ങനെ നിൽക്കും. ഞാൻ ചോറ് വെച്ച് കാണാൻ കാണിച്ച് ചോറ് നിൽക്കണം. ചോറ് നിന്നിട്ട് കാണാൻ കറി നിൽക്കണം. കട്ടിലുണ്ടാക്കുമെന്ന് പറഞ്ഞില്ല, അതാ കട്ടിൽ അതാ തിരുമ്പി തോരട്ട് ഇനിയുണ്ട് തോരടാണ് കേട്ടോ. അപ്പം ഞാൻ ഫോണ് ചാർജ് പറഞ്ഞപ്പോൾ ചാർജ് ഇട്ട് വെച്ചിരുന്നു, ചാർജില്ല എന്നിട്ട് ഞാൻ ഇനിയും തോരണ്ടാണ്ട് എന്നിട്ട് വേണമെങ്കിൽ മേല് കഴുകി അകത്തേക്ക് കയറാൻ. എന്താ അവിടെയൊക്കെ ഇനി തുണികൾ വരും. ഇന്നലെ തിരുമ്പിട്ട തുണികളാണ് അത്. ബാക്കിയും കൂടി ഇവിടെ കൊണ്ടുപോകണം. എന്നുവെച്ചാൽ മഴ പെയ്യുന്നുണ്ട് തോന്നി, ചാറുന്നുണ്ട്. അപ്പം ഞാൻ ബാക്കിയും കൂടി എലുമ്പിട്ട് തോരടട്ടോ, എന്നിട്ട് കാണാം. ഞാൻ കുളിക്കല്ല കേട്ടോ, മേല് കഴുകി മുടിയൊക്കെ പിന്നെ നനഞ്ഞു കേട്ടോ. മഴ നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കാണിച്ചാൽ മഴ പെയ്യണത്. ശ്രീകുട്ടിൻ്റെ സ്കൂളൊക്കെ വിടാനായിരുന്നു, 4:30 ആയിട്ടോ. പിന്നെ പണിക്കാർക്ക് ചായ കൊടുക്കാനായിരുന്നു. ഞാനിപ്പം തോരൊക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ മേല് കഴുകി ഡ്രസ്സൊക്കെ മാറ്റി. അപ്പം മഴ കൊണ്ട് മുടി പിന്നെയും നനഞ്ഞ്. ഞാൻ രാവിലെ കുളിച്ചതായിരുന്നു. മഴ കൊണ്ട് പിന്നെയും മുടിയൊക്കെ നനഞ്ഞ്. കണ്ടോ, നല്ല മഴയാണ്. നിങ്ങളവിടെയൊക്കെ എന്താ സ്ഥിതി എന്ന് കമൻ്റ് ഇടണം കേട്ടോ. ശ്രീകുട്ടി എത്തിന്ന് കേട്ടോ. ശ്രീകുട്ടി അവിടെ കൊന്നിട്ട് തിന്നിട്ടൊക്കെ മേലേക്കാണ്. അപ്പോൾ ഓരോ മേലേക്ക് കഴിഞ്ഞിട്ടാണ് അവൾക്ക് കഴുകാൻ. പിന്നെ കണ്ണനിതാ കഞ്ഞി കൊടുക്കുകയാണ്. കോഴിമുട്ടുണ്ട് കണ്ണൻ്റെ അവിടെ. അപ്പോൾ തേൻ കണ്ടോ, ഇത് നല്ല തേനാണ്, ചെറുതേനില്ലേ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിത് കിട്ടിയത് എങ്ങനെയാണെന്ന് കാണിക്കില്ല, കാണിക്കല്ല. ഈ സംഭവം ഇത് കിട്ടിയതെന്ന് വെച്ചാൽ ഞങ്ങൾ മുകളിൽ സീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബോർഡ് ഇതാക്കിയിട്ടായിരുന്നു, പൈപ്പൊക്കെ കൊടുത്തിട്ടായിരുന്നു, വലിയ പൈപ്പ്. അപ്പോൾ ആ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. അവിടെ ഇങ്ങനെ തേനീച്ച ഇങ്ങനെ ഇതാക്കലുണ്ട്. ഞങ്ങൾ ബാക്കിൽ നിന്ന് കാണുമ്പോൾ അതിൻ്റെ പൈപ്പിൻ്റെ ഭാഗം പുറത്തേക്ക് ഇങ്ങനെ അയക്കുമ്പോൾ ഇങ്ങനെ തേനീച്ച ഇങ്ങനെ ഇതാക്കലുണ്ട്. ജസ്റ്റ് നോക്കിയപ്പോൾ കിട്ടിയതാണ് തേൻ കേട്ടോ. ഇതൊക്കെ എന്താ നമ്മൾ തുണിയിൽ കെട്ടിയിട്ട് ഇതാക്കണം. ഞാൻ കഴിച്ചു നോക്കി കേട്ടോ. അപ്പോൾ നല്ല മധുരമുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്ന് ഞാൻ അതിലിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടുവരിക. അതാ പോയിണ്. ശ്രീകുട്ടി ഉണ്ട്, സുധേട്ടനുണ്ട്, കണ്ണപ്പുണ്ട്. ശ്രീകുട്ടി പിന്നെ മേലേക്ക് വന്നിട്ടുള്ളൂ, ഡ്രസ്സ് ഇട്ടിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ ശ്രീകുട്ടിനെ കാണിക്കാന്ന്. ചായക്കിന്ന് മിക്സറാട്ടോ, വെള്ള മിക്സറും അതുകൊണ്ട് നമ്മുടെ സാധാ മിക്സറുണ്ട്. പിന്നെ പാൽ ചായ ഉണ്ട്, കട്ടൻ ചായ ഉണ്ട്. സുധേട്ടൻ്റെ കട്ടൻ ചായ കുടിക്കുന്നത്. സുധേട്ടൻ്റെ കട്ടൻ ചായയാണ്. പാൽ ചായ കുടിക്കില്ല നല്ല പൊടി. അപ്പോൾ കണ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട്. ചായ പിന്നെ ഇനി എന്തിനാ സോപ്പ് ഉണ്ടോള്? ഓ നിന്നോള് തിരുവാതിരക്ക്. ഓ നിന്നോള്.
അതിൻ്റെ റെഡ് എന്നാ ഓരോ സ്കൂളിൽ റെഡ് ഉണ്ട് എന്നാന്നല്ല അതിന് റെഡ് ഉടുപ്പ് റെഡ് അരപ്പൻ്റെ കാണാം റെഡ് ഉടുപ്പുണ്ട് അരപ്പൻ്റെ ഉണ്ട് ഇവിടെ ബോളിൻ്റെ പിന്നെ പിന്നെ എന്തൊക്കെയാ മഴയോട് മഴ ഓണക്കളി അപ്പം എല്ലായിടത്തും മഴയെന്ന് തോന്നുന്നു മഴ പിന്നെ വരുന്നു ഇതായിരുന്നു വളരെ ഇഷ്ടപ്പെട്ട അത് ഇഷ്ടപ്പെട്ട വെള്ളം എന്താ പൂന്തി എന്താ പറയുന്നത് എന്താ പറയുക പൂന്തി എന്താ പറയുന്നത് അത് ഒരു മഞ്ഞ സാധനം അല്ലേ നമ്മൾ ലഡ്ഡു ഒക്കെ ഉണ്ടാക്കണം അങ്ങനത്തെ എനിക്ക് ഇഷ്ടം വേണം ഞങ്ങൾ ചായ കുടിച്ചു പിന്നെ ഇവിടെ കൊച്ചു ടി വി കാണട്ടോ പിള്ളേർ പിന്നെ ഞാനൊരു Q&Aൻ്റെ പോസ്റ്റ് ഇട്ടിരുന്നു അതിന് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ Q&A നമ്മൾക്ക് വീഡിയോ നാളെ മറ്റന്നാളൊക്കെ നമുക്ക് നോക്കട്ടോ ക്വസ്റ്റ്യൻസ് ഇനിയും പോന്നോട്ടെ ഇന്നലെ ഇന്ന് പോസ്റ്റ് ഇട്ടത് അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇനിയും പോന്നോട്ടെ അങ്ങനെ കിട്ടും പിന്നെ എന്തൊക്കെയാണ് ഇനി വൈകുന്നേര പണികൾ ഇനി തുടങ്ങണം വൈകുന്നേര പണി എന്നാൽ വീട്ടിലത്തെ പണികളൊന്നുമില്ല ഇനി അവിടെ അടിച്ചു വരാനൊക്കെ ഉണ്ട് ഡോറൊക്കെ വെച്ചത് അപ്പോൾ ഇതിൻ്റെ അടിച്ചു വരേണ്ട എന്നാലും മിന്നാന്നൊക്കെ അടിച്ചു തരുന്നതായിരുന്നു ഓരോ വൃത്തിയാക്കിയിരുന്നു നമ്മളെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെയും ഓരോന്നായിട്ട് ഒക്കെ ഇട്ടിട്ടോ ഇനി അവൾക്ക് തിരുവാതിര കളി കളിക്കണമല്ലോ അപ്പോൾ എന്താ ഫോണിൽ വൈഫൈ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പഴയ ഫോണിൽ വെച്ചാൽ ഇവിടെ ഉള്ള ഞാൻ ആദ്യം ഉപയോഗിച്ച ഫോണിൽ അപ്പം സുധിയേട്ടൻ്റെ ഫോൺ കേടുവരുമ്പോൾ സുധിയേട്ട എടുക്കും അപ്പോൾ അതിൽ വൈഫൈ ഇട്ട് കൊടുക്കാനോള് പറഞ്ഞു അല്ലേ നീ അട്ടരാ പോയിക്കോ പിന്നെ ഞാൻ എന്താ പറയാൻ വന്നത് Q&A നാളെ മറ്റന്നാളെറ്റോ ഞാൻ നമുക്ക് വീഡിയോ നോക്കാം ഇനിയും ക്വസ്റ്റ്യൻസ് പോന്നോട്ടോ കേട്ടോ പിന്നെ ഇനി ചായ കുടിച്ചിട്ട് അവിടെ ഇനി പണി അടിച്ചു വരാണ്ട് അപ്പോൾ പോയി നോക്കട്ടെ കുറച്ച് നേരം കിടക്കണം എന്നിട്ട് തല വേദന ഉണ്ട് അപ്പം ഇനി നോക്കുമ്പോൾ ഭാഗ്യവിശേഷം നമ്മുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് പിന്നെ ഇന്ന് കഴിയുന്നത് ഞാൻ ഉണ്ടാക്കി പിന്നെ കുറേ എണ്ണം എടുക്കാത്ത പിന്നെ മഴയും കാര്യങ്ങളൊക്കെ കൂടിയായിട്ടാണ് അടക്ക് ഇനി നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഞാൻ എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ പിന്നെ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ പോയി കാണുക അതിൽ ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അതിന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇന്ന് നമുക്ക് നാളെ കാണാം ബൈ